അതെ അതെ അതെ. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് കേൾക്കുമ്പോൾ അതിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണല്ലോ ഫസ്റ്റ്. കാരണം നമ്മുടെ ഇന്ന് രാവിലെ പോയ നിരവധി ആൾക്കാർ, പ്രായം ചെന്ന അമ്മമാർ, പ്രായം ചെന്ന മറ്റ് ജനങ്ങൾ, അവരൊക്കെ പറയുന്നത് അവർക്ക് പെൻഷൻ കിട്ടാത്തതിനെക്കുറിച്ച്. കഴിഞ്ഞ 4-5 മാസമായിട്ട് 1600 രൂപ പെൻഷൻ കൊണ്ട് ഒരാൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ അതുപോലും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ വലിയ വിഷമമാണ്. അതേസമയത്ത് നമ്മുടെ ഗവൺമെൻറ് രാഷ്ട്രപതിക്കെതിരായിട്ട് സുപ്രീം കോടതി പോവുക. അപ്പോൾ സുപ്രീം കോടതിയിൽ കൊടുക്കാൻ കോടിക്കണക്കിന് രൂപയുണ്ട്. ജനങ്ങൾക്ക്, പ്രായം ചെന്ന ആളുകൾക്ക്, അമ്മമാർക്ക് കൊടുക്കാൻ 1600 രൂപയില്ല. അപ്പോൾ ആ സ്ഥിതി ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഈ പുറത്തുള്ള ചൂട് അനുഭവപ്പെടില്ല. അതുപോലെ തന്നെ നിലവിൽ സംസ്ഥാന അധ്യക്ഷനടക്കം പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ നിലവിലെ പിണറായി സർക്കാരിൻ്റെ ഭരണം, അപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് താങ്കളും പ്രതീക്ഷിക്കുന്നുണ്ട്? 2-3 ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകതയാണ്. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങൾ. 2, അത് തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ. 2, ഈ ഇടതുപക്ഷ മുന്നണി കേരളത്തിൽ കഴിഞ്ഞ 8 കൊല്ലമായിട്ട് ഭരിക്കുന്നു. അക്രമം, സ്വജനപക്ഷപാതം, അഴിമതി, സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റ്, അത് കാരണം ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങൾ. ഇത് 2. മൂന്നാമത്, ഇതിന് പകരം വെക്കാൻ വേറൊരു പ്രസ്ഥാനം NDAയോ BJPയോ അല്ലാതെ ഇല്ല. കാരണം കോൺഗ്രസ് ഇത്രയും വലിയ തമ്മിലടി, കോൺഗ്രസ്സിലെ കേരളത്തിലെ തന്നെ സ്ഥിതി എന്താണെന്നോ അറിയാൻ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റോ പത്രസമ്മേളനം നടത്തുമ്പോൾ അത് നോക്കിയാൽ മതി. പരസ്പരം അവരെങ്ങനെയാണ് പരസ്പരം അവരുടെ സഹപ്രവർത്തകരെ വിശേഷിപ്പിക്കുന്നത്.